എൻ്റെ അതിനകത്ത് ഒരു പാലെടുക്കും. പാല് അങ്ങ് ഫ്രിഡ്ജിൽ വെക്കണം. വന്ന് പ്രിയങ്ങളെ, അങ്ങനെ തേങ്ങ വാങ്ങിച്ചു സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ഒരു 2 പാക്കറ്റ് പാല് വാങ്ങിച്ചു. പിന്നെ ഒരു കവർ പക്കാവട വാങ്ങിച്ചു. ഒരു പാക്കറ്റ് പക്കാവട ഇവിടെ റേനി ചേച്ചി നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നേ. അതിവിടെ വെച്ചിരുന്നു. മോനിക്കുട്ടിന് കഴിക്കാൻ തന്നെ ഞാൻ ഇച്ചിരി കഴിച്ചിട്ട് ബാക്കി അമ്മമ്മയുടെ കൊണ്ട് കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ രാവിലെ എന്നോട് ഇവിടെ ഇച്ചിരി വെച്ചിരിക്കാതെ എന്തിനാ അമ്മമ്മയുടെ കൊണ്ട് കൊടുത്ത് എനിക്ക് വേണമായിരുന്നു. ഇനി ഞാൻ പറഞ്ഞു പ്രശ്നമാക്കണ്ട, ഞാനൊരു പാക്കറ്റ് വൈകിട്ട് മേടിക്കാവുന്നു. അപ്പം അതൊരു പാക്കറ്റ് മേടിച്ചു. തേങ്ങയും മേടിച്ചു. തേങ്ങ നോക്കി വാങ്ങിക്കാനൊന്നും എനിക്കറിയത്തില്ല, അവരെടുത്ത് തരുന്നതാണ്. അതുകൊണ്ടാണ് ചന്തയിൽ നിന്നൊന്നും മേടിക്കാത്തത് തേങ്ങ കേട്ടോ. പിന്നെ ഇപ്പം അത്താഴത്തിന് പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല. ചോറും ഇച്ചിരി മോരുകറിയും ഇച്ചിരി തോരനും മീൻ കറിയും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം മീൻ കറിക്കകത്തൊന്ന് മീൻ കഷ്ണം എടുത്ത് വറുത്ത് കഴിക്കാനൊരാഗ്രഹമൊക്കെ ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ കഴിക്കും. പിന്നെ ഇച്ചിരി കപ്പ വേവിച്ചതും ഇരിപ്പുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് രാത്രിയിൽ അങ്ങ് പറഞ്ഞു വിടാം. പിന്നെ മോനുകുട്ടൻ അത് മതിയായിരിക്കും, ചോദിക്കാം. വന്നപ്പോഴേ സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് വലിയ പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ പ്രിയങ്ങളുടെ കമൻറ്റ് കുറച്ച് വായിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുറ്റത്ത് കുറച്ച് പണികളുണ്ട്, അതൊന്ന് ഒതുക്കിയിട്ട് വന്ന് കുളിച്ച് ജപിച്ച് വരാം. ഇന്നലത്തേൻ്റെയൊക്കെ ക്ഷീണത്തിൻ്റെ ബാക്കി ഇന്നും ഉണ്ട്. ഗുളികയൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. പുറത്ത് വേദന, നടുവിന് വേദന, അങ്ങനെയൊക്കെ വേദനകളുടെ ഉത്സവമാണ്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറഞ്ഞത് കേട്ടോ. വാട്സാപ്പിൽ എന്തോ കൊടുക്കണോ? മോനുകുട്ടൻ്റെ സെഞ്ചു സാറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ആ കാര്യമാണ് ഈ പറയുന്നത്. നമ്മുടെ ഇവിടെ തൊട്ടുമുറ്റത്ത് ഋഷികേശ ക്ഷേത്രമാണ്. അപ്പോൾ 1-ാം തീയതി ആയതുകൊണ്ട് രാവിലെ പാട്ട് കേട്ടാണ് ഞങ്ങൾ ഉണർന്നത്. മോനുകുട്ടൻ എന്നോട് അത് കേട്ടോണ്ട് ഉണർന്നിട്ട് ചോദിച്ചു, രാവിലെ പാട്ട് വെച്ചോ? പറയാം. കുളിയും ജപവും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചോറും കറികളും ഒക്കെ എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട്. മോനുകുട്ടന് ഞാനൊരു മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരും, പറഞ്ഞില്ല കേട്ടോ. പാവം, ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും. പിന്നെ എന്താ പറയുന്നത്, കുറച്ച് കമൻറ്റുകൾ, ഒത്തിരി നാളായില്ലേ കമൻറ്റൊക്കെ വായിച്ചിട്ട്. ഇന്ന് കുറച്ച് കമൻറ്റൊക്കെ വായിക്കാം, എന്നിട്ട് അത്താഴവും കഴിച്ചിട്ട് കിടക്കാം അല്ലേ? അത് മാത്രമല്ലേ ഉള്ളൂ. വെള്ളം ഒഴിക്കരുത് അതിനകത്ത്. കൊച്ചു പാത്രത്തിൽ പാലിരിക്കുന്നത്.
ഇച്ചിരിയും തണ്ണിമത്തൻ ഇരിപ്പുണ്ട്, അത് ജ്യൂസ് അടിക്കാം. ജ്യൂസ് അടിച്ചു. അത് ഇന്ന് ഇന്നലത്തെ പാല് കൂടുതലായിരുന്നു, അതാ. നല്ലതാട്ടോ. എത്ര നാളായി ഞാൻ നിങ്ങളോട് പറയുന്ന ലൈവ് വരാം, കമന്റ് വായിക്കാം എന്നൊക്കെ അല്ലേ. ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല പ്രിയങ്ങളെ. തമ്പനയിലെ ഉപേക്ഷിക്കപ്പെട്ടെടുത്ത് അപേക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയ്ക്ക് വന്ന കമന്റുകൾ വായിക്കാം കേട്ടോ. ആ വീഡിയോയ്ക്ക് എത്ര കമന്റ് വന്നു നോക്കട്ടെ. അതിന് 138 കമന്റുകൾ വന്നിട്ടുണ്ട്. അപ്പം അത് കമന്റുകൾ വായിക്കും. എല്ലാം വായിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, നോക്കാം. ആദ്യത്തെ കമന്റ് സജിത പ്രതീഷാണ് എഴുതിയിരിക്കുന്നത്. ചേച്ചി പറഞ്ഞതെല്ലാം 100% സത്യമാണ്. ആരോഗ്യവും പൈസയും ഉണ്ടെങ്കിൽ എല്ലാവരും കാണും. നമ്മൾ അവർക്കൊരു ബാധ്യതയാകുമെന്നുള്ള ചെറിയ ഭയം വന്നാൽ പോലും ആൾക്കാർ നമ്മളെ ഒഴിവാക്കാനേ നോക്കൂ. അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് നല്ല മനുഷ്യനായിരിക്കണം. ചേച്ചി പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോകും. പൊന്നുപോലെ 2 മക്കളിൽ നല്ലൊരു നിലയിൽ നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഒരുപാട് സ്നേഹം. നാവ് പൊന്നായിരിക്കട്ടെ. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെപ്പോലെ ഒരു ദുരിതക്കയത്തിലാവരുതെന്ന് മാത്രമുള്ള ആഗ്രഹം. എനിക്കിനി ഒരു വലിയ സന്തോഷങ്ങളെയൊന്നും ഞാൻ സ്വപ്നം കാണുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങളുടെ സന്തോഷം കാണണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ആ സജിതയുടെ കമൻറ്റിന് ഒരാൾ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എന്തോ നോക്കട്ടെ. കറക്റ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കമൻ്റ് ഇട്ടിരിക്കുന്നത് റീജാസ് ഡൈനിങ് വേൾഡ് എന്നുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ. അടുത്തത് ബിന്ദു രാമചന്ദ്രനാണ് കമൻ്റ് എഴുതിയിരിക്കുന്നത്. ശരിയാ മക്കളെ, പോലീസ് കോടതി എല്ലാം വെറുതെയാണ്. നമ്മൾ വിചാരിക്കും നിയമം ന്യായത്തിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. പക്ഷേ പൈസയുണ്ടോ നിയമങ്ങൾ അങ്ങോട്ട് ചായും. ഞാനും 100% സത്യമാണ് പറഞ്ഞതല്ല. അങ്ങോട്ട് ചായും 100% സത്യമാണ് പറഞ്ഞതല്ല. എൻ്റെ അനുഭവമാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. പിന്നെ മിനി ജോയ്, അമ്മക്കിളി ആരുമില്ലാത്തവർക്ക് ദൈവമുണ്ട്, വിഷമിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്നേഹം. രാഗിണിയമ്മ കമൻ്റ് ഇട്ടിട്ടുണ്ട്. മനസ്സ് വിഷമിപ്പിക്കല്ലേ, മോളുടെ സൗണ്ട് ഇടറുന്നുണ്ടായിരുന്നല്ലോ, ഒത്തിരി വിഷമം തോന്നി, എന്ത് ചെയ്യാൻ. ചിലരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. നമുക്ക് നാം മാത്രമേ ഉള്ളൂ എന്ന് കരുതി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൂ. മനോധൈര്യം കൈവിടിയല്ലേ, ദൈവം എപ്പോഴും കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാം. കൂടെയുണ്ട്, സധൈര്യം മുന്നോട്ട് പോകും മോളെ. ഒത്തിരി സ്നേഹത്തോടെ അമ്മ. രാഗിണിയമ്മയ്ക്ക് ഒരുപാട് സ്നേഹം പറയുന്നു കേട്ടോ. പിന്നെ സബീറ യൂനസ്, അമ്മക്കിളി പറഞ്ഞത് 100% സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. സുജാസന, മനസ്സ് വിഷമിക്കുന്നത് കൊണ്ടാണ് ശരീരത്തിന് ക്ഷീണം തോന്നുന്നത്. എല്ലാം ശരിയാകും, ദൈവം കൂടെയുണ്ട്. അതാ മനുഷ്യന്മാർ നമ്മളെ ഒഴിവാക്കുന്നത്. ആരോഗ്യം ശ്രദ്ധിക്കുക, മനസ്സിന് ധൈര്യം കൊടുത്ത് കയറി വാട. മനസ്സിന് ധൈര്യമുണ്ട് എൻ്റെ ചക്കര മുത്തുമണി. രശ്മി കമൻ്റ് ഇട്ടിട്ടുണ്ട്. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളെ കാണും. അതങ്ങനെയാണ്, അനുഭവിക്കുന്നവർക്കേ അറിയൂ. സത്യമാണ്. പിന്നെ ലോറൻസെറ്റ്, അങ്ങനെയാണോ എന്നറിയത്തില്ല കേട്ടോ. ഇതുപോലെ കടന്നു പോയവരാണ് ഞങ്ങളും, ദൈവത്തിൽ ആശ്രയിക്കുക. വൺ വേൾഡ് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അനുഭവിക്കുന്നവർക്കേ വേദന മനസ്സിലാവുള്ളൂ. എത്രയൊക്കെ സങ്കടങ്ങളിലൂടെയാണ് അനിയത്തി കടന്നു പോകുന്നതെന്ന് മനസ്സിലാവുന്നത്. ദൈവം മാത്രമേ എന്നും നമുക്ക് കൂടെയുള്ളൂ, അതാണ് സത്യം. അതെ. ലീന ലിനു, അതേ അമ്മക്കളെ, നമുക്ക് നമ്മളെ ഉണ്ടാവും. ഉപദേശിക്കാനും മറ്റു ഒരുപാട് പേർ കാണും. എന്തൊക്കെ പറഞ്ഞാലും ഈ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് അതിൻ്റെ തീവ്രത അറിയൂ. സാരമില്ല അമ്മക്കളെ, സന്തോഷമായിട്ട് മുന്നോട്ട് പോകും, ദൈവം കൂടെയുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു അക്കൗണ്ടാണ്. ചേച്ചി നിങ്ങൾക്ക് മാത്രമല്ല, ഇതെല്ലാവരുടെയും അവസ്ഥയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ പോയിട്ട് കല്യാണം നടത്താൻ ഓടി നടന്നവരെയും ഒക്കെ വിളിച്ചില്ല, പിന്നെ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ 13 വർഷത്തിന് ശേഷവും പറയുന്നവരുണ്ട്. അവർക്കറിയില്ലല്ലോ ആ വീട്ടിൽ ഞാൻ മരിക്കാതെ പിടിച്ചു നിന്നത് എൻ്റെ മോന് വേണ്ടി മാത്രമാണെന്ന്. ഒന്നും ആരെയും അറിയിക്കാതെ പൊട്ടിക്കരയാൻ മാത്രം അറിയുന്ന ഞാൻ തിന്നു തീർത്ത ക്രൂരതകൾ കുറ്റപ്പെടുത്തുന്നവർക്കറിയില്ല. പിടിച്ചു നിൽക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നതിനിടയിൽ ആരെയാണ് വിളിക്കാൻ തോന്നുന്നത്. എല്ലാവർക്കും ഓരോരോ അവസ്ഥകൾ, ആരും ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് നേരിടണം എല്ലാം. സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. സത്യമാണ് കേട്ടോ. നമ്മൾ ഒരുമാതിരി തകർന്ന തരിപ്പണമായിട്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള വേദനകളുടെ നടുവിലായിരിക്കും നമ്മളിങ്ങനെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. അന്നേരം ഇങ്ങനെയുള്ള പരാതികൾ കേൾക്കുമ്പോൾ നമുക്ക് അവരോടൊക്കെ അങ്ങ് വെറുപ്പും പുച്ഛമാണ് തോന്നുന്നത്. വിളിച്ചില്ല, പറഞ്ഞില്ല, സംസാരിച്ചില്ല, അവിടെ വെച്ച് കണ്ടിട്ട് ചിരിച്ചില്ല, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴേ. പിന്നെ റാഷി,
ജിൻസി, മനസ്സിന് ധൈര്യം കൊടുക്കുക. നിങ്ങൾ ഓൾറെഡി വിജയിച്ച ഒരാളാണ്. റിയൽ ഫൈറ്റർ ഇൻ ലൈഫ്. ഒരു 100 സിനിമയ്ക്കുള്ള സ്റ്റോറി ലൈഫിലുള്ള ആളാണ് ഞാൻ. ബട്ട് ജീവിതം ജീവിക്കണമല്ലോ. നമ്മൾ സെയിം പ്രായമുള്ളവരാണ്. ആസ് ഐ ഹേർഡ് യുവർ ഏജ് ഫ്രം യു ഇൻ സം വീഡിയോസ്. സോ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലും ചില ചെറിയ പ്രതീക്ഷാ നാളങ്ങൾ നമുക്ക് മുമ്പിൽ തെളിയും. ആ വെളിച്ചത്തിൽ മുന്നോട്ട് പോവുക. ഒന്നും എളുപ്പമല്ല എന്ന് എനിക്ക് നിസ്സംശയം പറയാനാകും. പക്ഷേ നിങ്ങൾ ഒരു സ്ട്രോങ് ലേഡി തന്നെയാണ് ഡിയർ. നമുക്കൊക്കെ കൂടുതൽ കരുത്തുള്ളത് കൊണ്ടാകും ദൈവം കൂടുതൽ അനുഭവങ്ങൾ തരുന്നതും. തീയിൽ കുരുത്തവർ അല്ലേടോ നമ്മൾ. ഒരു വെയിലിലും നമ്മളെ എരിച്ചു കളയാനാവില്ല. താൻ സമാധാനമായി ആരോഗ്യം നോക്കി ഹാപ്പിയായി മുന്നോട്ട് പോകും. മോനുകുട്ടൻ്റെ സ്നേഹം പറഞ്ഞിട്ടുണ്ട്. ലോഡ്സ് ഓഫ് ലവ് ടു യു ഡിയർ ജിൻസി ആൻഡ് മക്കൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് കേട്ടോ. സബീറ യുവനസ്, ഞാനും വാടക വീട്ടിലാണ്. നമ്മൾ സെയിം ഏജിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ, കോടതിയും നിയമവും പോലീസും ഒക്കെ ഭൂരിപക്ഷവും കീശ നോക്കിയാണ് പ്രവർത്തിക്കുന്നത്. ആരുമില്ലാത്തവരെ ദൈവം കാക്കും. അപ്പോൾ എനിക്ക് മാത്രമല്ല, കൂടുതൽ ആൾക്കാർക്കും അതൊക്കെ തന്നെയാണ് അനുഭവം എന്നുള്ളത് മനസ്സിലായി. പിന്നെ ആൻ ജോർജ്, വളരെ ശരിയാണ് പറഞ്ഞത്. എല്ലാവരും ഉണ്ടെന്ന് പറയാൻ മാത്രമേ കൊള്ളത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലിങ്ക്സ് അങ്ങനെയാന്ന് തോന്നുന്നു. അമ്മക്കളി പറഞ്ഞത് യാഥാർത്ഥ്യം. നിയമവും കോടതിയും എല്ലാം പണത്തിൻ്റെ അധികാരത്തിൻ്റെ ഒപ്പമാണ്. നീതി ന്യായവും ഒക്കെ സ്വപ്നങ്ങളിൽ മാത്രമെല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരും കാണും. നിസ്സഹായാവസ്ഥയിൽ ആരും ഒരു മനുഷ്യരും കാണില്ല. വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളിലിടുന്നത് എന്തിനെന്ന് വിചാരിക്കും. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ധൈര്യത്തോടെ മുന്നോട്ട് പോകും. നമുക്ക് നമ്മളെ ഉള്ളൂ, അതാണ് സത്യം. ബാക്കിയെല്ലാം മിഥ്യ. താങ്ക് യു ഡിയർ. എലിസബത്ത് തോമസ്, മോളെ ജിൻസി, ഡോണ്ട് വറി ഡിയർ, വെരി സൂൺ യു വിൽ സെറ്റിൽ ഡൗൺ ഇൻ യുവർ ഓൺ ഹോം. ഓർ പ്രേയേഴ്സ് വിത്ത് യു. എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ ഓരോ നിമിഷവും, ഞാൻ ജീവിക്കുന്ന ഓരോ നിമിഷവും എന്നെ ഇങ്ങനെ നീറ്റലാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിടക്കാൻ ഇടമില്ലല്ലോ എന്നുള്ളത് എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് പ്രിയങ്ങളെ. ഞാനത് ആരോടെങ്കിലും ഒരു ചെറിയൊരു സൂചന പോലും കൊടുക്കുമ്പോൾ പറയും, ഇങ്ങോട്ട് വാടകയ്ക്ക് മാറിയതല്ലേ ഉള്ളു എന്ന് പറയും. നമുക്ക് നോക്കാം, നമുക്ക് ശരിയാക്കാം, വരും എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങോട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. കാരണം മനുഷ്യരുടെ കാര്യമാണ്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തായിരിക്കും അവസ്ഥ, അതെനിക്ക് എന്നെ വല്ലാതെ എന്നെ ഇട്ടങ്ങ് അലട്ടുന്നുണ്ട്. അതാണ് സത്യം. പിന്നെ ഉദയശ്രീ, ചീര അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേശ്ശെ എടുത്ത് കറി വയ്ക്കാൻ ജിൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഇച്ചിരി ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ സാലിയാമ്മ തോമസ്, പോട്ടെ ജിൻസി മോളെ, എല്ലാം ശരിയാകും. നമ്മുടെ പ്രോബ്ലംസ് നമ്മുടെ മാത്രമാണ്. ദൈവം കൂടെ ഉണ്ടല്ലോ. അതെ, ദൈവം കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളിങ്ങനെ പോകുന്നത്. മറിയാമ്മ ജോസഫ്, വെൻ എവർ വി ഹാഡ് എ ട്രബിൾ ഇൻ യുവർ ലൈഫ് വി ആർ അലോൺ ദെയർ ടു ഓവർകം അവർ പ്രോബ്ലംസ്. മേ ഗോഡ് ബ്ലസ് അമ്മക്കിളി വിത്ത് എ ന്യൂ ഹൗസ് അലോങ് വിത്ത് ഗുഡ് ഹെൽത്ത് ആൻഡ് ലോങ് ലൈഫ്. പ്രേയിങ് ഫോർ യുവർ കിഡ്സ് വിത്ത് ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച്. അജിത്ത്, നമുക്ക് ആരെങ്കിലും ഒക്കെ സഹായത്തിന് കാണുമോ മക്കളെ? ആൾക്കാർക്ക് എന്താ പറഞ്ഞുകൂടാത്തതൊന്നും മൈൻഡ് ചെയ്യരുത്. മക്കളോടൊത്ത് സന്തോഷമായി കഴിയും, അത്രയേ ഉള്ളൂ. മറീന ജോമി, മനസ്സിനെ ബോൾഡ് ആക്കണം, അല്ലെങ്കിൽ അത് ശരീരത്തെയും ബാധിക്കും. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല കേട്ടോ. പക്ഷെ ഒറ്റയ്ക്ക് തോണു കഴിയുന്നവരുടെ അവസ്ഥ അറിയാം. മറ്റുള്ളവരുടെ സഹായത്തിന് അതിരുണ്ട്. നല്ല ജീവിതം ദൈവം തരും. മുത്തിൻ്റെ പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പ്രശ്നം കുറച്ച് മാറിക്കിട്ടും. ആരോഗ്യം ശ്രദ്ധിക്കുക, മനസ്സിനെ ബലപ്പെടുത്തുക, നന്മകൾ ചെയ്യുക, ബാക്കിയെല്ലാം തനിയെ വന്നു ചേരും. താങ്ക് യു ഡിയർ. സിഗ്മ സോൾ സ്ക്വാഡ്, അമ്മക്കിളി സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിന്ദു ശ്യാം, അമ്മക്കിളി പറഞ്ഞതെല്ലാം 100% സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദീപ്തിക്കുട്ടി, സ്റ്റേ സ്ട്രോങ് ദേവൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിവ്യ നേരം, എല്ലാം ശരിയാകും ജിൻസി. കേൾക്കുമ്പോൾ ഒരുപാട് വിഷമം വന്നു. എൻ്റെ പ്രെയർ എപ്പോഴും ഉണ്ട്. എല്ലാം നല്ലതായി വരും ജിൻസി. സ്റ്റേ സ്ട്രോങ്. താങ്ക് യു. ഷാരി മോഹൻദാസ്, ഗോഡ് ബ്ലസ് യു ഡിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഷ ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാകും. അമ്മക്കിളി പറഞ്ഞതെല്ലാം സത്യമാണ്. അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകും. അമ്മക്കിളി നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അമ്മക്കിളിയുടെ സംസാരം കേൾക്കുവാൻ. എന്ത് വ്യക്തമായി കാര്യങ്ങൾ പറയുന്നു. അമ്മക്കിളി എഴുത്തുകാരിയാണല്ലോ. ഗോഡ് ബ്ലസ്. താങ്ക് യു സോ മച്ച്. എഴുത്തുകാരിയൊക്കെ ആയേനെ, ഇവിടെ തലവരെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കേട്ടോ. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. ജ്യോതി ദിനേശൻ, വളരെ ശരിയാണ് ചേച്ചി പറഞ്ഞത്. നീതു സുരേഷ്, കറക്റ്റ്, എൻ്റെയും അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീകല ദിനേശ്, എൻ്റെ അമ്മക്കിളി എന്ന് വിളിച്ചിട്ടുണ്ട്. മായാനായർ അമ്മക്കിളി എന്ന് പറഞ്ഞിട്ടുണ്ട്. രമ്യ, സന്തോഷമായിരിക്കും അമ്മൂസ, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. സജ്മ
ഷാഹുദ് മനസ്സിലായില്ല കേട്ടോ. പിന്നെ ജെയിംസ് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ജെയിംസ് ശാലിനി മധു കമൻ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നിയമവും ആൾക്കാരും ഒന്നും വേണ്ട മോളെ, ദൈവം മതി. പിന്നെ മോളുടെ മക്കൾ നല്ല കുഞ്ഞുങ്ങളല്ലേ, അവരിൽ കൂടി നമുക്കെല്ലാം കിട്ടും. സാരമില്ലടോ, വിഷമിച്ച ആരോഗ്യം കളയരുത്. നിങ്ങളെ ഉള്ളൂ, അത് ഓർക്കണം. മക്കളെ ഓർക്കണം. തീയിൽ കുരുത്ത ജിൻസി, ഇതിലൊന്നും തളരാൻ പാടില്ല കുട്ടി, ഒരിക്കലും തളരില്ല. പിന്നെ ദേവിക 100% ശരിയാണ്, അനുഭവിച്ചവർക്കേ അറിയുള്ളൂ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാസുകി കമൻ്റ് ഇട്ടിട്ടുണ്ട്. വെരി ട്രൂ, ബട്ട് നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആശ ചേച്ചി, ബിന്ദു ചേച്ചി കോഴിക്കോട് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ജിൻസി പറഞ്ഞത് സത്യമാണ്. മറ്റൊരു രീതിയിൽ ഞാനും ഇത് അനുഭവിച്ചതാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ കൂടെ നിൽക്കുമെന്ന് കരുതിയവർ ബന്ധങ്ങൾ മറന്നു മാറി നിന്നിട്ടുണ്ട്. അപ്പോൾ അനുഭവിച്ച വിഷമം പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്നവർക്കറിയാം. ഞാൻ വിശ്വസിക്കുന്ന ദൈവം മാത്രമേ അന്ന് കൂടെ ഉണ്ടായിട്ടുള്ളൂ. ദൈവത്തെ ചേർത്ത് പിടിക്കുക, കൈവിടില്ല. ഇതൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജീവിതം അമ്മക്കളെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ആയിരിക്കട്ടെ. പിന്നെ രമാ ഗോപാലകൃഷ്ണൻ സത്യം എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ബിന്ദു ബി പോസിറ്റീവ് ഓൾവേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമ്രാൻ എന്നാന്ന് തോന്നുന്നു. എൻ്റെ ചേച്ചി കുട്ടിയെ എല്ലാവരും ഉണ്ടെങ്കിലും നമുക്ക് നമ്മളെ കാണത്തുള്ളൂ. ചേച്ചിക്കുട്ടിയെ എല്ലാവരും ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും അനാഥര. വിഷമിക്കേണ്ട ചേച്ചിക്കുട്ടിയെ, എല്ലാവർക്കും അവരവരുടെ ജീവിതമാണ് വലുത്. അതുകൊണ്ട് അതൊന്നും ഓർക്കണ്ട, വിഷമിക്കേണ്ട കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ടു. പിന്നെ റോസി ചേച്ചി, ഈ വീഡിയോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 100% സത്യമാണ്. എൻ്റെ ലൈഫ് നിങ്ങളെപ്പോലെ സിമിലർ ആണ്. ടു ബി ഹോണസ്റ്റ്, ഐ ഓൺലി ഹാവ് ഗോഡ്. അത്രേ ഉള്ളടാ. ധന്യ കമൻ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാം ശരിയാവും. അമ്മക്കിളിയോട് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറയേ. അമ്മയോടെന്നാട്ടോ, അമ്മയോട് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറയേ. എന്താ പറയുന്നത്, നടന്നു വരാൻ പറ്റില്ലാത്ത ദൂരമാകുമല്ലേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അമ്മക്കിളിക്ക് വീട്ടിൽ നിന്ന് ഷെയർ ഒന്നും കിട്ടിയില്ലേ? പ്ലേസായി. അയ്യോ, കമൻ്റ് അങ്ങ് പോയി. ചോദിച്ചെന്നേ ഉള്ളൂ, ഒന്നും തോന്നല്ലേ. അങ്ങനെ എങ്ങാനും ഉണ്ടായിരുന്നേൽ ഒരു കൊച്ചു വീട് വെച്ചാൽ മതിയായിരുന്നു. പിന്നെ ഇവിടെയും നല്ല നൈബേഴ്സിനെ കിട്ടിയല്ലോ. ഓബിയയ്ക്ക് പകരം അല്ലേലും ഒരു കൊച്ചു സന്തോഷം. ന്യൂ ചേച്ചിയെ കൂട്ടുവിട്ടിയപ്പോൾ ചേച്ചിയുടെ നെയിം പറയണം കേട്ടോ. അത് ശരിയാട്ടോ, ചേച്ചിയെ കിട്ടി. പക്ഷേ ചേച്ചിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. അതിന് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ ദൈവം എനിക്ക് എന്താ പറയുന്നത്, ഒരു പെട്ടെന്നൊരു സഹായം വേണമെന്ന് തോന്നി എനിക്ക് വിളിക്കാൻ ഒരാളെ എനിക്കിങ്ങനെ ചേർത്ത് വെച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും ഞാൻ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എന്നാൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ അറിയാതെ ചേച്ചിയെ ഓർക്കും. അപ്പോൾ ചേച്ചിയെ വിളിക്കും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഷെയറായിട്ട് വസ്തു തന്നില്ലെന്ന് ചോദിച്ചതിന് കാര്യം ഞാൻ പറയാം. അന്ന് ഞങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലം ഒരു വീടുമായിരുന്നു. അതിനകത്ത് എനിക്കൊന്നും തരാനില്ലായിരുന്നു. പക്ഷേ എനിക്ക് അന്നത്തെ 2004 എനിക്ക് ഒരു 10-25 പവൻ്റെ സ്വർണവും 1,00,000 രൂപയും ഒക്കെ തന്നിട്ടാണ് എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അപ്പം അങ്ങനെ സ്ഥലമായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ കല്യാണം നടത്തി എൻ്റെ ബാധ്യത വന്നപ്പോൾ ആ വസ്തു വിൽക്കുകയും ചെയ്തു. പിന്നെ ഇങ്ങനെ പലയിടത്തും വാങ്ങിച്ചും വാടകയ്ക്ക് താമസിച്ചും ഒക്കെയാണ് അമ്മയും ആങ്ങളെ ഇങ്ങനെ വന്നാണ് ഇവിടെ വസ്തു വാങ്ങിച്ച് താമസിക്കുന്നത്. അവരെ കൊണ്ടാവുന്നതല്ലേ എനിക്ക് തന്നില്ലേ. പിന്നെ എൻ്റെ മുത്ത് ജനിച്ചപ്പോഴാണെങ്കിലും ഒക്കെ അവർ ചെയ്യാവുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്തതാണ്. അതുകൊണ്ട് ഇനി അപ്പോൾ അതിനകത്ത് അവരോടിനിയും അവരുടെ അവസ്ഥ എനിക്കറിയാമല്ലോ. അവർക്ക് നിലനിൽക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ബീന സജീവ് ഗോഡ് ബ്ലെസ് യു മോളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിത്യ പ്ലീസ് എല്ലാവരും ഈ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് താങ്ക് യു നിത്യ. വിനയ് ഫിലിപ്പ് ജിൻസി ഡോൺ വറി ജീസസ് വിത്ത് യു. ഏഷ്യ 45:15 വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോഡ്സ് ലവ് ഈസ് ഈവൻ ഗ്രേറ്റർ ദാൻ എ മദേഴ്സ് ലവ്. അത് സത്യമാണ്. അനിൽകുമാർ എല്ലാം ശരിയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മറിയ ജേക്കബ് അമ്മക്കിളേന്ന് വിളിച്ചിട്ടുണ്ട്. ഷപ്ന സ്നേഹം പറഞ്ഞിട്ടുണ്ട്. ഷമീറ ഇമ്മിണി നന്നായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. രമ കല്ലിങ്ങൽ മോനൂട്ടാന്ന് വിളിച്ചിട്ടുണ്ട്. മിനി സുകുമാർ അനി സാരമില്ല വിഷമിക്കല്ലേ മോളെ, ദൈവം കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രീതി ഗിരിജ ജിൻസിയെ സഹായിച്ച അയലത്തെ ചേച്ചിക്ക്
എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. വയ്യാത്ത സമയത്ത് കിട്ടുന്ന കുഞ്ഞു സഹായവും നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. അതെ, ശരിയാണ്, തീർച്ചയായിട്ടും. മോളി, ചില സമയങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്ത അവസ്ഥ അത് അനുഭവിക്കുന്നവർക്ക് അറിയാം. എന്നും നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോവുക. ഈ സമയവും കടന്നു പോകും. ജീവിതം അത്ര എളുപ്പമല്ല. നമുക്കും ഒരു നല്ല സമയം വരും. അതെ, അങ്ങനെ പ്രതീക്ഷിച്ച് ജീവിക്കാം. പിന്നെ റാണി അനു, എന്താ അമ്മൂട്ടി വിഷമിക്കല്ലേ? ഒരിക്കലും ഇല്ല കേട്ടോ. പിന്നെ തെരേസ തോമസ്, ജിൻസി പറഞ്ഞത് സത്യമായി. എനിക്കത് മനസ്സിലാകും. പൈസ ആണ് എൻ്റെ ലോകത്തിൽ വലുത്. ആൻഡോ തങ്കച്ചൻ, എല്ലാം ഒരു ഭംഗിവാക്കാണ് ജിൻസി. നിങ്ങളെ ദൈവം എല്ലാവരുടെയും മുമ്പിൽ മാനിക്കും. പ്രാർത്ഥനയിൽ എന്നും ഓർക്കുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ സജിനി അനിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്, സ്നേഹ അറിയിച്ചിട്ടുണ്ട്. സിന്ധു, ഹായ് അമ്മക്കിളി, മോനുകുട്ട, മുത്തുമണിന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ ഷംല സത്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്യാമ ഷൈജു, എല്ലാം ശരിയാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജ്യോതി കൃഷ്ണകുമാർ, ഒന്നും മൈൻഡ് ചെയ്യരുത്, ഭഗവാനുണ്ട് കൂടെ. മുത്തുമണികൾ കൂടെ ഇല്ലേ? ധൈര്യമായി കയറി വാക്കിളി, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. തെരേസ തോമസ്, ജിൻസി, നമുക്ക് ഞാൻ എന്ന വ്യക്തി ഒരാൾ മാത്രം കാണും. പെറ്റമ്മ പോലും മനസ്സിലാക്കാത്ത നിമിഷങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച. അതേകൊണ്ട് ജിൻസി പറഞ്ഞത് പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ലേഖ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൗരി അമ്മക്കിളി, കൂട്ടത്തിൽ നമുക്ക് എന്തോന്ന് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല പ്രിയങ്ങളെ. ബീന ജോസഫ് കമൻ്റ് ഇട്ടിട്ടുണ്ട്. മാരിയറ്റ് ജോർജ്, ഓൾറെഡി യു ആർ എ വിന്നർ, ഡോണ്ട് വറി, ഗോഡ് ഈസ് വിത്ത് യു, എവരിതിങ് വിൽ ബി ഓൾ റൈറ്റ്. താങ്ക് യു. ലിഷ ബാലൻ, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തെരേസ തോമസ് വീണ്ടും കമൻ്റ് ഇട്ടിട്ടുണ്ട്. വലിയൊരു കമൻ്റ് വായിക്കാൻ വയ്യ. പുള്ളിക്കാരിയുടെ ലൈഫാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഷാൻഡി ജോസ് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഷീബ വർഗീസ്, ചിത്ര പ്രദീപ്, റെനി ചേച്ചി, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. റെനി ചേച്ചി ഇടയ്ക്ക് വിളിച്ച് സംസാരിച്ചായിരുന്നു. പിന്നെ സാറാ പോൾ, മുരളി പണിക്കർ, ജ്യോതി ഉമാശങ്കർ, ക്ലീൻ ദ കപ്പ ആൻഡ് കീപ്പ് ഇൻ ദി ഫ്രീസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന കമൻ്റ് ഇട്ടിട്ടുണ്ട്. സ്നേഹം, സത്യം, നമുക്ക് നമ്മളെ കാണുമെന്ന് അന്ന പറഞ്ഞിട്ടുണ്ട്. നസീം, അമ്മ ഒറ്റയ്ക്കാണോ താമസം? പ്ലീസ് റിപ്ലൈ. അമ്മ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. പിങ്കി വർഗീസ്, പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നസീം ബാബു, അത് മാറ്റുന്നത് എങ്ങനെയാണ്? എന്തുവാന്ന് മനസ്സിലായില്ല. ബീന കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ സങ്കടമായി. വിഷമിക്കേണ്ട കേട്ടോ, എല്ലാം ശരിയാവും. താങ്ക് യുടാ. ശൈല ദേവരാജൻ, ജിൻസി മോനു എന്ന് പറഞ്ഞിട്ടുണ്ട്. എലിസബത്ത് തോമസ്, ഐ ലൈക്ക് ചീര എ ലോട്ട്. ഒരു സത്യമുണ്ട്, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ഈവൻ ഇഫ് വി ഹാവ് എ ബിഗ് ഫാമിലി, വി ഹാവ് ടു ഡു തിങ്സ് ഫോർ അവർ സെൽഫ്. ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ആരൊക്കെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ഗോഡ് വിൽ ബി വിത്ത് യു ഓൾവേസ്. താങ്ക് യു. അമൃത സ്നേഹ അറിയിച്ചിട്ടുണ്ട്. സുരേഷ്, ഓമന സുരേഷ് കല്ലറ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ജിൻസി, ദൈവം വഴിയൊരുക്കും, ഭാരപ്പെടേണ്ട, പ്രാർത്ഥിക്കാം. താങ്ക് യു. പിന്നെ ആ അക്കൗണ്ട് പേര് വായിക്കാൻ പറ്റുന്നില്ല. മോളി, ഞാനും പേരക്കാത്തീനിയാണ്. പിന്നെ ആതിരയാണ് ആദ്യം കമൻ്റ് ഇട്ടത്. ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ജ്യോതി മായാദേവി, മേ ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈക, എല്ലാം ഓക്കെ ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നസീം ബാബു, ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ സെറ്റിങ്സിൽ മലയാളം ഓഡിയോ ട്രാക്ക് ആക്കിയാൽ മതി കേട്ടോ. സൂസൻസ് കറിയ, ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് എവരിതിങ്. താങ്ക് യു. ആതിര അരുൺ, എല്ലാം ശരിയാകും, നമുക്ക് നമ്മളെ ഉള്ളൂ, അതാണ് സത്യം. സോ മുന്നോട്ട് പോവുക തന്നെ. ദൈവം ഉണ്ടാകും. ആരില്ലെങ്കിലും ഒരു താഴ്ചയ്ക്ക് മറ്റൊരു ഉയർച്ച ഉണ്ടാവും. അതെ. കവിത ചിഞ്ചു, അമ്മക്കുട്ടി, മോനുകുട്ട, ചീര എനിക്ക് വലിയ ഇഷ്ടമാണ്, പാകം ചെയ്യാനും കഴിക്കാനും. തനിക്ക് താനും പുരയ്ക്കു തോന്നുമെന്നാണ് എൻ്റെ അമ്മക്കുട്ടി. നമ്മുടെ വിഷമങ്ങൾ, നമ്മൾ കടന്നു പോകുന്ന മാനസികാവസ്ഥ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. എല്ലാം ശരിയാകും, ദൈവമുണ്ട് കൂടെ. അതെ. സയാൻ ചാച്ചു, ഞാനും വന്നേന്ന് പറഞ്ഞിട്ടുണ്ട്. മേരി കുര്യൻ, ജിൻസി, ഡോൺ വറി, ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്. രമ്യ വാര്യർ സ്നേഹം പറഞ്ഞിട്ടുണ്ട്. ബീന, ഹായ് അമ്മക്കളി, മോനുകുട്ട, മുത്തുമണി എന്ന് പറഞ്ഞിട്ടുണ്ട്.
ജയ ചീര ക്ലീൻ ചെയ്ത് ഇലക്ട്രിക് ചോപ്പറിൽ അരിയാം. ഓക്കെ. ആശ ഞാനും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുജാ രാജു അമ്മക്കിളി വീഡിയോ കണ്ടപ്പോൾ ആകെ വിഷമമായി. പറഞ്ഞതെല്ലാം സത്യമാണ്. ഇന്നത്തെ ലോകത്തെ പണവും സമ്പത്തുമാണ് എല്ലാം. കൊറോണയും പ്രളയവും വന്നിട്ടും ആരും ഒന്നും പഠിച്ചിട്ടില്ല. സിൽവി ജോളി മേ ഗോഡ് ബ്ലസ് യു വിത്ത് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വാസുകി അവിടെ ഒരു കാരണവരില്ലേ, അങ്ങോട്ട് കട്ട് ചെയ്യിക്ക് ചീര. കാരണവർ ചീര കട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല. ഷഫീദ റഹീം എന്നാന്ന് തോന്നുന്നു. മോളെ ചോപ്പറിട്ട അരിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എലിസബത്ത് ചീര അരിയാൻ ചോപ്പർ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലതാ മഹേഷ് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഞാനിട്ട കമൻറ്റ് ഡിലീറ്റ് ചെയ്തോ? ഇതുപോലെയുള്ള വേറൊരാളെ കൂടി സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് കമൻറ്റ് കാണുന്നില്ല. ഒരിക്കലും ഞാൻ ഡിലീറ്റ് ചെയ്തില്ല പ്രിയങ്ങളെ. ഇപ്പോഴാണ് ഞാൻ ഈ കമൻ്റെല്ലാം ഒന്നിച്ച് കാണുന്നത് പോലും കേട്ടോ. പിന്നെ ലിസി സണ്ണി ഹായ്, സൂപ്പർ അല്ലേ ചീര? ഇച്ചിരി മെനക്കേട് കുഞ്ഞ്, കഴിച്ചാൽ നല്ലതല്ലേ? മെനക്കെടാൻ മടിയൊന്നുമില്ല, പക്ഷേ ഇത് അരിയാൻ കൈവയ്യ. പിന്നെ എൻ്റെ ആങ്ങളെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. ലതാ ഗോപാലൻ, ശ്രുതി വിനോദ്, ലാലി, പുഷ്പ, രമ്യ ശ്രീജിത്ത്, റീത്ത, അമ്പിളി സുരേഷ്, ശ്രീവിദ്യ ഉണ്ണികൃഷ്ണൻ, ജൂഡി ജോൺ, ഗിരിജ ഭാസ്കരൻ, ശൈലിയാമ തോമസ്, ലത ജയ്, ഇങ്ങനെയൊക്കെ ആണോന്ന് അറിയത്തില്ല. ജയശ്രീ, ജെയിംസ് ജോൺ, ആനി പോൾ, ജോൺ ഫിലിപ്പ്, ആകാശ്, ബിനുപ്രിയ, ലിസി എബ്രഹാം, അക്ഷയ്, ഷൈനി, അച്ചു, പിന്നെ എല്ലാവരും സ്നേഹം, പ്രിയ കോമളൻ, പിന്നെ ദിവ്യ, ഷൈനി തോപ്പിൽ, ശ്രീലേഖ രാജപ്പൻ, ഇവരെല്ലാം ലവ് 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 ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ട് എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. ഞാൻ ഒരു കമൻറ്റും ഡിലീറ്റ് ചെയ്യത്തില്ല. ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും, പിന്നെ എന്താ പറയുന്നത്, വഴക്കിടുന്ന എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അലട്ടുന്ന ആൾക്കാരെ ഞാൻ അങ്ങ് ഹൈഡ് ചെയ്യും ചാനലിൽ നിന്ന്. അന്നേരം അവരുടെ കമൻറ്റുകളെല്ലാം, നമ്മുടെ വീഡിയോയ്ക്ക് വന്ന കമൻറ്റുകളെല്ലാം ഓൾറെഡി അവർ യൂട്യൂബ് തന്നെ ഡിലീറ്റ് ചെയ്ത് പോകും. അങ്ങനെയാണ് കേട്ടോ. അല്ലാതെ നിങ്ങളുടെ ആരുടെയും കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതെന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പ്രിയങ്ങളെ. ഫെബ്രുവരി 4-ാം തീയതി കാര്യം പറഞ്ഞിട്ട് വീഡിയോയ്ക്ക് താഴെ കുറേ പ്രിയപ്പെട്ടവർ അവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്ത് കമൻറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ ഒരുപാട് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ ആ കമൻറ്റുകളൊന്നും വായിക്കാഞ്ഞത് കേട്ടോ. ഇതിനെക്കാട്ടിലും കുറേ കമൻറ്റുകൾ കൂടുതൽ വന്ന ഒരു വീഡിയോയാണ്. പക്ഷേ അതിനകത്തെ പല കമൻസും എനിക്ക് മറുപടി പറയാൻ തോന്നുന്ന കമൻറ്റുകളാണ്. ഈ പറയുന്നത് പോലെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും ഇതിങ്ങനെ നീറിപ്പൊകഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ പ്രിയപ്പെട്ടവർ നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെന്നുള്ളത് ആ ഒരു വീഡിയോയ്ക്ക് താഴെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അതാണ് പറയുന്നത്, ഒരേ ദുഃഖം ഒരേ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നവർ കുറേ കൂടെ പെട്ടെന്നിങ്ങനെ കൂട്ടാവുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം അവരൊക്കെ എൻ്റെ ഒരു ചാനലിലോട്ട് വന്നതും ഇതൊക്കെ കാണുന്നതും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഏറെക്കുറെ ആൾക്കാർക്കൊക്കെ നമ്മൾ കടന്നു വരുന്ന വേദനകളും അവസ്ഥകളും ഒക്കെ മനസ്സിലാവും. വളരെ ചുരുക്കം പേരേ ഉള്ളൂ ഈ പറയുന്നത് പോലെ ഈ കുറ്റം പറയുന്നതും ഇങ്ങനെ കളിയാക്കുന്നതും നമ്മളെ ദൂഷിപ്പിക്കുന്നതും ഒക്കെ. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരാരുമില്ല. തരണം ചെയ്യാൻ മനക്കരുത്തുണ്ടാവണം. അതിന് നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിലേക്ക് ഇങ്ങനെ മനസ്സ് വായിച്ചുകൊണ്ടിരിക്കണം. അല്ലാതെ സങ്കടങ്ങളെ മാത്രം ഓർത്തിരിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നെ ആശ്വസിപ്പിക്കുന്നവരല്ലേ നിങ്ങൾ. അപ്പം നിങ്ങളോടും എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം ഞാൻ അത്താഴത്തിന് എന്തെങ്കിലുമൊക്കെ എടുക്കട്ടെ. പാഴ്സൽ ഇപ്പം വരും. കൊള്ളാവോ? എങ്ങനെയുണ്ട്? സൂപ്പറാണ്. പാത്രവും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ മസാല ദോശയുടെ കൂടെ ഒരു ബീഫ് ഫ്രൈ കൂടെ, ബീഫ് കറി ഓർഡർ ചെയ്ത്, ബീഫ് കറി. അപ്പം ചോറ് വിളമ്പി. നമ്മൾ ഇന്നലെ വെള്ളരി ഇട്ട് ചോറ് വെച്ചില്ല, അതാട്ടോ. പിന്നെ കപ്പയും
ഇമ്മിണി ബീഫും കഴിക്കണമെന്നൊരാഗ്രഹം തോന്നി പ്രിയങ്ങളെ. അതുകൊണ്ടാണ് ഒരു കുഞ്ഞു ബീഫ് കറി വാങ്ങിച്ചത്. പിന്നെ ചീരത്തോരനും മോര് കറി. മോനുകുട്ടൻ അവിടെ പാഴ്സൽ വന്നപ്പോഴേ കഴിക്കാനിരുന്ന്. അപ്പം ഞാനും കൂടെ ചെന്നിരുന്ന് കഴിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം ഒരുപാട് സ്നേഹം. നാളെ കാണാം കേട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.